VHSC +2 പരീക്ഷാഫലം അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. വിവിധ സ്കൂളുകളിൽ ഇപ്പോൾ ഫലമറിയാനൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയും ചില സ്കൂളുകളിലേക്കൊക്കെ സന്ദർശനത്തിനായി എത്തുന്നു. നമ്മൾ ഇപ്പോൾ പോകുന്നത് മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് സ്കൂളിലാണ്. വിദ്യാർത്ഥികളുടെ വിജയാഘോഷത്തിനൊപ്പം മന്ത്രി വി ശിവൻകുട്ടി കൂടി പങ്കുചേരുന്നുണ്ട് എന്നതാണ്. സലിം മാലിക് തത്സമയ വിവരങ്ങളുമായി. സലിം, മണക്കാട് കാർത്തിക തിരുനാൾ ഗവൺമെന്റ് സ്കൂളിൽ എന്താണ് അവിടെ കുട്ടികളുടെ വിജയ ആഹ്ലാദവും ഒക്കെ നടക്കുന്നുണ്ടോ? ആ സ്കൂളിൽ എങ്ങനെയാണ് പൊതുവെ വിജയ ശതമാനവും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ? ആന്റണി രാജുവിനെയും കാണാൻ പറ്റുന്നുണ്ടല്ലോ. സന്തോഷത്തിനൊപ്പം ഇന്നലെ SSLCയുടെ പരീക്ഷാഫലം ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്നും ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. SSLC പാസ്സായ ഉപരിപഠനത്തിന് ആഗ്രഹം ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കുന്നുണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലെ മുദ്രാവാക്യം തന്നെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിസ്ഥാന സൌകര്യങ്ങൾ ഏതാണ്ട് 85% വരെ കേരളത്തിലായി കഴിഞ്ഞു. ഗവൺമെന്റ് സ്കൂളുകളിൽ ഗവൺമെന്റ് സ്കൂളുകളുടെ മാതൃക എയ്ഡഡ് മാനേജ്മെന്റുകളും അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം AI എഡ്യൂക്കേഷൻ അത് കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെത്തി 2000 വരുന്ന അധ്യാപകർക്ക് AI ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. അത് ഇന്ത്യ രാജ്യത്ത് അത് നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ആ നിലയിൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ ദേശീയ പരീക്ഷകളിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ നല്ല വിജയം, തിളക്കമാർന്ന വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ല, നമുക്കിപ്പോ പുതിയ അക്കാഡമിക് പ്ലാൻ അനുസരിച്ചാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വീക്കാണെങ്കിൽ, എന്ന് പറഞ്ഞ സബ്ജക്ട് വീക്കാണെങ്കിൽ ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പല നിലയിൽ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ടീച്ചർമാരുടെ ഭാഗത്തുനിന്നുണ്ടാവണം, സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്ങനെ ആ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് 8ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷൻ ആണല്ലോ. ഓൾ പ്രൊമോഷനൊക്കെ കൊടുക്കാം. പക്ഷേ പിന്നെ പരീക്ഷ ഉണ്ടാവും, ഉണ്ടല്ലോ, എപ്പോഴും പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ഇപ്പൊ നമുക്ക് പിന്നെ പരാജയപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ പരിശോധിക്കുന്നില്ല. ഇപ്പൊ ആൾ പ്രൊമോഷൻ ഉണ്ടെങ്കിലും പരാജയപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം എടുത്ത് പരിശോധിച്ച് ആ കുട്ടിയെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പോൾ ഈ 10ാം ക്ലാസിന്റെ ഫലം വരുമ്പോൾ തന്നെ കുട്ടികളെ പല പേരൻസും എഞ്ചിനീയറിംഗിന്റെ ഒക്കെ കോച്ചിങ്ങിനൊക്കെ വിട്ടു തുടങ്ങി. നമുക്ക് ഈ പ്ലസ് വരുന്ന കുട്ടികൾക്ക് സർക്കാർ തലത്തിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള ഓറിയന്റേഷൻ ക്ലാസ് ഇപ്പോൾ MLA പറഞ്ഞു IPS IAS ഒക്കെ എടുക്കുമെന്നുള്ള, പക്ഷെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സ്കൂൾ തലം മുതൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ഇപ്പൊ കരിയർ ഗൈഡൻസ് ബ്യൂറോ ഉണ്ട്. പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഈ മാസം 14-ാം തീയതി മറ്റുമാണ് തോന്നുന്നത്. അതിന് പിന്നെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം. ഈ കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. കാരണം വെച്ചാൽ കേരളത്തിലെ ചില പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ചില സ്ഥാപനങ്ങളുണ്ട്, ഈ കോച്ചിങ് സെന്റേഴ്സ് എന്ന് പറയാൻ വേണമെങ്കിൽ. ആ കോച്ചിങ് സെന്റേഴ്സിൽ പിന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണം മുഖ്യമായിട്ട് തയ്യാറെടുക്കുന്നത്. അതെല്ലാം വലിയ ഒരു വ്യവസായ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. തനി വ്യവസായ അടിസ്ഥാനത്തിലാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളവിടെ പഠിക്കാൻ പോകുന്ന കാര്യം ശരി തന്നെയാണ്. അവിടെ എടുക്കുന്ന കുട്ടികളോ 99% മാർക്ക് വാങ്ങിയ കുട്ടികളെ എടുക്കും. 100% മാർക്ക് വാങ്ങിയ കുട്ടികളെ കോച്ചിങ് സെന്ററിൽ എടുക്കുള്ളൂ. എന്നിട്ട് വലിയ വ്യവസായ അടിസ്ഥാനത്തിലുള്ള കാശുമാണ് വാങ്ങുന്നത്. ഹോസ്റ്റൽ സൗകര്യങ്ങൾ, അങ്ങനെ പല സംവിധാനങ്ങളുമാണ്. അതെല്ലാം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസം എന്നെല്ലാം പറഞ്ഞ ശേഷം ഇത് സ്വകാര്യ ലാഭത്തിനു വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസമാക്കി മാറ്റുന്ന കാര്യം വളരെ ഗൌരവമായി പരിഗണിക്കേണ്ട വിഷയമാണ്.
അനുജ, ഈ വിജയാഹ്ലാദത്തിനൊപ്പം പങ്കുചേരുകയായിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാത്രമല്ല, നമ്മൾ നേരത്തെ ഇവിടെ ഈ റിസൾട്ട് വരുന്നതിന് മുൻപുള്ള ഈ വിദ്യാർത്ഥികളുടെ അടുത്തൊക്കെ പോയിരുന്നു. അതിനു മുൻപ് തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു, വലിയ വിജയം നേടുമെന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ 85% വിജയം, അതും 50 മുഴുവൻ A+ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും വലിയൊരു വിജയം ഇവിടെ ഈ സ്കൂളിൽ ഉണ്ട്. അപ്പോൾ +2 വിദ്യാർത്ഥിയായിരുന്നില്ലേ? റിസൾട്ട് വന്നോ? എങ്ങനെയുണ്ട് വിജയം? കുഴപ്പമില്ല, പ്രതീക്ഷിച്ച പോലെ മാർക്കുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിനൊപ്പം പങ്കുചേരാനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇവിടേക്ക് എത്തിയത്. അനുജ, മണക്കാട് കാർത്തിക തിരുനാൾ സ്കൂളിൽ നിന്ന് തത്സമയ വിവരങ്ങളാണ് സലിം മാലിക് നൽകിയത്. അവിടെ വിദ്യാഭ്യാസ മന്ത്രിയും എത്തി.